ഏറ്റവും ബെസ്റ്റ് കാർ പ്ലേ ഇതിലാ. ഇതിന് 30,000 കിലോമീറ്ററിൽ എത്ര സർവീസ് കോസ്റ്റ് റെഗുലർലി ആകാറുണ്ട്? ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയ ഒരാളായതുകൊണ്ട് തന്നിഷ്ടത്തിൽ കൂടുതൽ ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. അതൊന്നും ഇല്ല ഇതില്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഇവരെ വിളിക്കുക, ഇവര് കാർ എടുത്തുകൊണ്ട് പോകും. ഇതിനാകെയുള്ളൊരു കുറവാതാ. വേറെ എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. ഇതില് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു 5% കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ എനിക്ക് മനസ്സിലാവില്ല, റേഞ്ച് ഇതിന്റെ കട്ടായി പോയി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. 2021 ഇന്ത്യയിലൊരു ഇലക്ട്രിക് കാറിൻ്റെ ബ്രാൻഡ് വന്നു. അതുവരെ പല സെഗ്മെൻറ്റ്സിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് അന്ന് ഓട്ടോമോട്ടീവ് 4 വീലേഴ്സ് ഇറക്കാൻ തുടങ്ങിയത് 2021. അതുകൊണ്ട് തന്നെ അത് അധികം ഫെമിലിയർ അല്ലാത്തൊരു നെയിമായിരുന്നു BYD എന്നത്. ബിൽഡ് യുവർ ഡ്രീംസ് എന്നറിയപ്പെടുന്ന BYDയുടെ ആദ്യത്തെ കാറായിരുന്നു BYD E6. അതായത് ഒരു 5 സീറ്റർ MPV ആയിരുന്നു. അതിനുശേഷം അവരുടെ ഒരു കോമ്പാക്ട് SUV മോഡലായിട്ടുള്ള അറ്റോ 3 അവതരിപ്പിച്ചു. പിന്നീട് അവർ കൊണ്ടുവന്ന ഒരു സെഡാൻ മോഡലാണ് BYDയുടെ സീൽ എന്ന് പറയുന്നത്. ഏകദേശം ഒരു വർഷമായി BYD സീൽ ഇന്ത്യൻ റോഡ്സിൽ കാണാൻ തുടങ്ങിയിട്ട് BMW 3 സീരീസിനോടും അതുപോലെ മെർസിഡീസിൻ്റെ C ക്ലാസിനോടും ഒക്കെ ഇടം പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സും പെർഫോമൻസും ഒക്കെ ഉള്ളൊരു ഇലക്ട്രിക് കാറാണ് BYD സീൽ എന്നുള്ളത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു ടെസ്ല മോഡൽ 3യുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ അതിനേക്കാട്ടിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വണ്ടിയാണ് സീല്. ഇപ്പോൾ നിലവിലെ അവസ്ഥയെ വെച്ചിട്ട് വേൾഡിലെ ഇലക്ട്രിക് വെഹിക്കിൾ രാജാക്കന്മാരായിട്ടുള്ള ടെസ്ലയെ തോൽപ്പിച്ചുകൊണ്ട് BYD കയറിയിട്ടുണ്ട്. ഏതായാലും കിടിലൻ കുറേ കാസ് BYD അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പം അവരുടെ ഏറ്റവും പുതിയ സീലിൻ്റെ ഒരു SUV മോഡൽ എന്ന് പറയാൻ പറ്റുന്ന സീ ലയൺ ഇറങ്ങിയിട്ടുണ്ട്. അതും ഒരു 60 കാസൊക്കെ ഒരുമിച്ച് ഡെലിവറി ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും സീൽ ഇറങ്ങിയിട്ട് ഒരു വർഷമായി. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് ഏകദേശം 30,000 കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത്. സോ യൂസർ എക്സ്പീരിയൻസ് പറയാനുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ സർവീസ് കോസ്റ്റും ടയർ ലൈഫും എല്ലാം നമ്മളിതിൽ ചോദിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ യൂസറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. സോ BYD സീൽ ഒരു വർഷം കൊണ്ട് 30,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള ഓണർ ഇതാണ് ലക്ഷ്മി. ഹായ് ലക്ഷ്മി, വെൽക്കം ടു അവർ ചാനൽ. ലക്ഷ്മി എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന്? ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഓക്കെ, ഓൺട്രപ്രൂണർ ആണ്. ഈ ഒരു ഏജിൽ തന്നെ ബിസിനസ്സൊക്കെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഒരു സീലൊക്കെ സ്വന്തമാക്കി. അപ്പോൾ സീൽ ഇറങ്ങി തുടങ്ങിയ സമയത്ത് ഇത് സ്വന്തമാക്കിയല്ലേ? എങ്ങനെയാണ് സീൽ 3 മന്ത്സിനുള്ളിൽ എടുത്തു? ഓക്കെ, എങ്ങനെയാണ് സീലിലോട്ട് വന്നത്? അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ എടുക്കണമെന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത്? ഫസ്റ്റ് കാർ ഏതായിരുന്നു? ഫസ്റ്റ് കാർ ഇതാണ് എൻ്റെ ഫസ്റ്റ് കാർ. ഓക്കെ ഓക്കെ. വീട്ടിൽ വേറെ കാറുണ്ട്, എൻ്റെ ഫസ്റ്റ് കാർ ഇത്. അപ്പം കുറേ ആലോചിച്ചിട്ടെടുത്ത വണ്ടിയാ. യൂട്യൂബിലിരുന്ന് കണ്ട് ഓരോ റിവ്യൂ ഓരോ കാറിനെയും കണ്ട് അങ്ങനെ റിസർച്ച് ചെയ്ത് വാങ്ങിയൊരു വണ്ടിയാണ്. പല കാസിൽ നിന്ന് സോർട്ട് ചെയ്ത് ഇതിലെത്തിയത് എങ്ങനെയാണെന്നപ്പോ? ഞാൻ കുറേ കാശ് ഇറങ്ങുന്നുണ്ടല്ലോ, കുറേ കാശ് ഇറങ്ങുന്നതിനെ പറ്റിയും കേൾക്കുന്നുണ്ട്. ലൈക്ക് അങ്ങനെ ഓരോ മോഡൽസ് പുതിയത് ഇറങ്ങുന്നതും ഓൾറെഡി ഉള്ളതും. ഇപ്പം ഇലക്ട്രിക് വേണോ, എന്താ ചെയ്യേണ്ടത്, അത് നോർമൽ ആയിട്ടുള്ള പെട്രോൾ ഡീസൽ എടുത്താൽ മതിയോ, വീട്ടിൽ ഇലക്ട്രിക് ഒന്നും ഇല്ല. അപ്പോൾ ഇലക്ട്രിക് എന്നുള്ളത് നമ്മുടെ ആ ഒരു ഏരിയയിലും അത്ര ആൾക്കാർ അങ്ങനെ എടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഫുൾ കൺഫ്യൂഷൻ ആണ്, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് അറിയില്ല. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്തു, കുറേ കണ്ടുപിടിച്ചു. അവസാനം വീട്ടുകാരെ കൺവിൻസ് ചെയ്തു. അങ്ങനെ കുറേ നോക്കിയിട്ട് എനിക്ക് സെറ്റായത് ഈ കാറാണ്. കണ്ടപ്പോൾ തന്നെ ലൈക്ക് ലവേഴ്സ് ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, അപ്പം സെഡാൻസിലോട്ടായിരുന്നോ നോക്കിയത് അതോ SUVസോ കോമ്പാക്ട് SUVസോ? അങ്ങനെ ഒരു മൈൻഡിലുണ്ടായിരുന്നു. കാർ എടുക്കണം എന്നൊരു ഇത് വന്നപ്പം ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ ഒരു 7 സീറ്റർ ഉണ്ട്, പിന്നെ SUV ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇല്ലാത്തൊരു സെഡാനാണ്. അപ്പം ഞാൻ അങ്ങനെ അച്ഛനോട് പറയും, ഇങ്ങനെ സെഡാനാണ് ആഗ്രഹം, അപ്പം ഇല്ലാത്തത് അതാണല്ലോ, അത് വാങ്ങണം എന്നാണ് ഞാൻ നോക്കുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ, പക്ഷെ എന്നാലും ബെസ്റ്റ് കാർ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കി വന്നപ്പോൾ ഇതാണ് സെറ്റായിട്ട് വന്നത്. സെഡാൻ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലെ റോഡിന്റെ കണ്ടീഷൻസിന്റെ ഇത് വെച്ചിട്ട് പ്രാക്ടിക്കാലിറ്റിയെ പറ്റി? അങ്ങനെയൊന്നും പറഞ്ഞില്ല ആൾ, അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. പക്ഷെ ആള് ഞാൻ ഇലക്ട്രിക് എന്ന് പറയുമ്പോഴും ആൾക്ക് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലൊരു റൂള് പോലെ ആള് ടൊയോട്ടയുടെ ഫാനാ, അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ റൂള് പോലെ. അപ്പൊ പിന്നെ അച്ഛന്റെ ഫസ്റ്റ് കാർ ഇന്നോവയാണ്. അപ്പം അതോടുകൂടി ആളതിൽ സെറ്റാ, വേറെ ഒന്നുമില്ല എന്നുള്ള പോലെ സെറ്റാ. പിന്നെ ചേച്ചിക്ക് ഇപ്പൊ കാറുണ്ട്, അത് ഹൈറൈഡർ, അതും ടൊയോട്ട ആണ്. പിന്നെ
അതിൽ തന്നെ വേറെ നോക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ പിന്നെ ഉള്ളത് ഹൈക്രോസേ ഉള്ളൂ, അല്ലെങ്കിൽ ഫോർച്യൂണറോ അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ. പക്ഷെ എന്നാലും ഒരു അതിലേക്ക് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ക്യാമറയൊക്കെ സജസ്റ്റ് ചെയ്ത് കാണുമല്ലോ അപ്പൊ? എന്താ ക്യാമറി യെസ്, അതുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. സംഭവം ഓക്കെ എല്ലാം നോക്കുമ്പോഴും കൊള്ളാം, അടിപൊളിയാണ്. പക്ഷെ സ്റ്റിൽ എനിക്ക് എന്തോ ഒരു സംതിങ് വാസ് മിസ്സിങ്. കുറെ കാറുകൾ നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഒരു കാറ് ഫസ്റ്റ് ആയിട്ട് വാങ്ങുമ്പോൾ. അതില് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടായിരുന്നത് അധികം റോട്ടിൽ കാണരുത്, കുറച്ച് മാത്രം കാണുന്ന പോലെ. പിന്നെ എനിക്ക് കുറച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പോലെ വേണമായിരുന്നു. അതായത് അധികം നോർമലി കാണാത്ത പോലെ ഫുൾ ന്യൂ ടെക്നോളജീസ് ഒക്കെ ഉള്ള കാറിൽ കയറുമ്പോഴാണെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോഴാണെങ്കിലും പുതിയതായിട്ട് തോന്നുന്ന ഒരു സംഭവം. 4-5 വർഷം കഴിഞ്ഞാലും എക്സാക്ട്ലി എനിക്ക് ആ ഒരു 4-5 വർഷം കഴിഞ്ഞാലും ഇത് കാണുമ്പോ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള പോലെ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ടൊരു ഇത് കിട്ടണം. അപ്പോ എനിക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോ ഇലക്ട്രിക് കൊള്ളാം, അങ്ങനെ എടുത്തതാണ്. ഓക്കെ. ഇതിനു മുന്നേ ഇലക്ട്രിക് കാർ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ ഇത് വാങ്ങുന്നതിന് മുന്നേ? ഏതായിരുന്നു? ഇത് വാങ്ങിയിട്ട് ഞാൻ ഓടിച്ചത് ഇല്ലെന്നാണോ പറഞ്ഞത്? വാങ്ങിച്ചിട്ടാണോ ആദ്യം? ഞാൻ വാങ്ങിയിട്ടാണ് ഓടിച്ചത്. വാങ്ങിയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഞാൻ ഓടിച്ചു നോക്കുന്നത്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്തിട്ടില്ല. അടിപൊളി. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രിക് കാർ എക്സ്പീരിയൻസ് ഇതിലാണ്. അപ്പോൾ അതിന് മുന്നേ ഓടിച്ച കാസ് ഏതൊക്കെയായിരുന്നു അട്രാക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് ബീസ്റ്റിലോട്ട് പോകണമെന്നൊരു ആഗ്രഹം തോന്നിപ്പിച്ച വണ്ടികൾ കാണുമല്ലോ ഏതെങ്കിലും? ഭയങ്കര കാറ്റാണല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ മൈൻഡിൽ സെഡാൻ കാറുകൾ പറഞ്ഞ പോലെയൊക്കെയാണ്. പെട്ടെന്ന് മഴ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പം ഈയിടെയായിട്ട് മിക്കാറുള്ളതാണ്. സോ ഞങ്ങൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് അകത്തിരുന്ന് ബാക്കി സംസാരിക്കാം അല്ലേ. ഈ പെർഫോമൻസ് ബീസിലേക്ക് ഒരു ആഗ്രഹം തോന്നിച്ചൊരു വണ്ടി കാണുമല്ലോ, അതേതാണ്? അങ്ങനെ സത്യം ഇല്ല. അതായത് എനിക്ക് തോന്നിയതോളം ഇതിന്റെ പോലത്തെ ഒരു ലുക്കിലുള്ള ഒരു കാറ് വേറെ ഇല്ല. മീൻസ് ഡ്രൈവിംഗില് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി ഡ്രൈവ് ചെയ്യാൻ പഠിച്ചത് ഈ കാറിലാണ്. അതെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ മുമ്പ് ഓടിച്ചിട്ടുള്ളത് ഈ കാറിന് പകരം എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സ്വിഫ്റ്റാ. ഓക്കെ, അതിൽ ഡ്രൈവ് ചെയ്ത് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കാർ, പിന്നെ വീട്ടില് ഇന്നോവ. ഞാൻ വേറെ ഒന്നും ഓടിച്ചിട്ടില്ല. അതും അച്ഛനപ്പുറത്തിരിക്കുന്നു, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പഠിക്കുന്നു, ആ സംഭവം അത്രേ അറിയുള്ളൂ. ദെൻ ഈ കാറ് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയത് വാങ്ങിയൊരു 3 months കഴിഞ്ഞിട്ടാ. 3-4 months കഴിഞ്ഞിട്ടാ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചു ശരി അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതും ഈ കാറിലാണ്, ഫുൾ എക്സ്പീരിയൻസ് ഈ കാറില. അപ്പം അങ്ങനെ ചോദിച്ചപ്പോ ആദ്യത്തെ ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഡിഫറൻസ്, അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാഞ്ഞതും. കാരണം ഡ്രൈവ് ചെയ്ത് പരിചയമില്ല, അച്ഛനും ഡ്രൈവ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ കോൺഫിഡൻസിൽ അങ്ങനെ വാങ്ങുക ചെയ്തത്. ഓക്കെ. അപ്പൊ BYD എന്നുള്ള ഒരു ബ്രാൻഡിലേക്ക് പോകുന്നതിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കാരണം അന്നൊക്കെ, അതായത് വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഒട്ടും പരിചയമല്ലായിരുന്നു. പക്ഷെ ഇത് ഇറങ്ങിയ സമയമാകുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരു ട്രസ്റ്റ് ആയി തുടങ്ങി BYD-യിൽ. അപ്പൊ ആ ഒരു ട്രസ്റ്റിന്റെ പുറത്താണോ BYD, അതോ പല വീഡിയോസ് റിസർച്ച് ഒക്കെ ആയിരുന്നോ? ഞാൻ ആദ്യം ഈ E6 ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഈ കാറ് റോഡിലാണ് കാണുന്നത്. ഒരു ഐഡിയ എനിക്കില്ല, ഞാൻ ഒരു ആഡ് ഒന്നും കണ്ടിട്ടില്ല, എനിക്കിതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ആദ്യം കണ്ടപ്പോ ഐ തോട്ട് ഇറ്റ്സ് എ കിയ കാർ. ഫസ്റ്റത്തെ അത് കണ്ടപ്പോ. അപ്പൊ ഞാൻ കാർ ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് വീട്ടില് പറഞ്ഞ പോലെ അച്ഛനും ഭയങ്കര കാറിന്റെ ഫാനാണ്, ചേച്ചിയും അങ്ങനെയാണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോ കൊള്ളാം, ഈ കാറും കാണാൻ കൊള്ളാം, ഇങ്ങനത്തെ ഒരു കാർ കണ്ടിട്ടില്ല. അപ്പൊ നോക്കുമ്പോ ഞാൻ നോക്കി ആ ബ്രാൻഡിനെ പറ്റി സെർച്ച് ചെയ്തപ്പോ ഓക്കെ BYD, അത് ഇവിടെയുള്ള ഒരു ബ്രാൻഡല്ലോ, ചൈനീസ് ബ്രാൻഡാണ്, കൊള്ളാം, ഇവിടെയൊക്കെ ഇറങ്ങി തുടങ്ങില്ലേ ന്യൂ ബ്രാൻഡ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇവിടെ ആൾക്കാർ ഇത് എടുക്കുവോ, പക്ഷെ ഇത്രയും ആലോചിച്ചൊക്കെ എടുക്കുമോ ഞാൻ വിചാരിച്ചു. അതെ, ബിക്കോസ് മലയാളികൾ കുറച്ച് ടഫാണ് കൺവിൻസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ആലോചിച്ചിരുന്നു അത് കുറെ നാൾ മുമ്പ് ഈ ഫസ്റ്റ് ഇറങ്ങിയപ്പോ. അത് കഴിഞ്ഞ് പതുക്കെ സെക്കൻഡ് ആറ്റോ 3 ഇറങ്ങി. നോക്കുമ്പോ കൊള്ളാലോ, അതിന്റെ ഉള്ളിലും കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോ 35 lakhs അപ്പൊ നോക്കുമ്പോ കുഴപ്പമില്ല, രസമുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റിൽ എന്തോ SUV ഉണ്ട്, എന്നാലും എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല കണ്ടപ്പം. ഇഷ്ടപ്പെട്ടു, ഞാൻ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പതിയെ ഇതിന്റെ ലോഞ്ചിന്റെ ഒരു വീഡിയോ കാണുന്നത്. എക്സാക്ട്ലി ഞാൻ കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറെ കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു, ഏതൊക്കെ എനിക്കിപ്പം മൈൻഡിൽ വരുന്നില്ല. കുറെ കാർ ഞാൻ എങ്ങനെ നോക്കി വെച്ചിരിക്കും. ഇപ്പൊ പറഞ്ഞ ക്യാമറ എന്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയോ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, സെക്കൻഡ്സ് BMW ബെൻസ് എടുത്താലോ.
വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു, വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യും, എനിക്ക് സെഡാൻ എടുക്കണമെന്നുണ്ട്, അത്യാവശ്യം ശ്രദ്ധിക്കുന്ന കാർ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BMW or Benz, ഇതാണല്ലോ ഫസ്റ്റ് ആൾക്കാർ പറയുന്നേ. എന്നിട്ട് ഞാൻ വിചാരിച്ചു വല്ല എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ലുക്കിലേക്ക് ആക്കാം, അപ്പൊ പിന്നെ ആരും ഇത് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് വീട്ടിൽ കേട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഫുൾ കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോൾ ഈ ലോഞ്ചിന്റെ വീഡിയോ കാണുന്നത് കൊള്ളാലോ. ഞാൻ നോക്കി, അതിൽ പ്രൈസ് ഒന്നുമില്ല. അപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചു, അടിപൊളി കാറാണ്, പക്ഷെ എന്തായാലും ഒരു 80-90 lakhs ഉറപ്പുണ്ട്. കാരണം ഫീച്ചേഴ്സ് കണ്ടിട്ട് എന്തായാലും ഉണ്ട്. പക്ഷെ എന്റെ ഡ്രീം ലുക്കും കാരണം ഞാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റിനുള്ള എക്സാക്ട് വരച്ചു വെച്ച പോലെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഉണ്ട്. പക്ഷെ ഭയങ്കര പ്രൈസ് ആയിരിക്കും ഉറപ്പാണ്. അങ്ങനെ എന്താ അപ്പൊ എന്തായാലും നടക്കില്ല. പക്ഷെ കാണാം. പക്ഷെ എന്റെ മൈൻഡില് ഇവിടെ ഇത് ഇറങ്ങുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നു. യൂഷ്വലി ചില കാസൊക്കെ സ്റ്റിൽ ബിവൈയുടെ ചില കാസൊന്നും ഇവിടെ ഫുൾ ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു ഇതാന്ന് ഞാൻ വിചാരിച്ചേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ അപ്പോഴും കാർ സെർച്ചിങ്ങിലാണല്ലോ, കുറെ നാളായിട്ട് കാർ സെർച്ചിങ്ങിലാണ്. റീൽസ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാറിന്റെ ഇൻഫ്ലുവൻസർ ആയിട്ട് ഒരാളുടെ ഞാൻ ഈ കാർ കൊച്ചിയിൽ ഓടിക്കുന്ന വീഡിയോ കണ്ടേ. അപ്പൊ ഞാൻ കൊള്ളാതെ ഇവിടെ ഉണ്ടോ. അപ്പം അപ്പോഴും എന്റെ മൈൻഡിൽ ഞാൻ പ്രൈസിനെ പറ്റിയൊന്നും ആലോചിച്ചില്ല. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ നോക്കുമ്പോൾ കൊച്ചിയിൽ ഈ കാറുണ്ട്, ടെസ്റ്റ് ഡ്രൈവിനുണ്ട്. വിളിച്ചു ചോദിച്ചപ്പം ആകെ ഒരു കാറും. അപ്പോൾ അത് കിട്ടണം. അപ്പം ഞാൻ അങ്ങനെ വിളിച്ചു ചോദിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് അച്ഛനാണ്. അച്ഛനെ കൺവിൻസ് ചെയ്യണം. ആളാണെങ്കിൽ വെരി ടഫ് പേഴ്സൺ ഈ കാര്യത്തില്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ചെറുതായിട്ട് ഓരോ ദിവസം ഞാൻ കണ്ട പോലെ ഞാൻ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ട്. സീലിന്റെ എല്ലാ വീഡിയോ, ഒരു വീഡിയോ പോലും ചിലപ്പോ 2 വ്യൂ ഉള്ള വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ നല്ല വീഡിയോ സെലക്ട് ചെയ്ത് അച്ഛൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ വെച്ചു കൊടുക്കും. ആദ്യം മൈൻഡ് ചെയ്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ആദ്യം ഒരു പുച്ഛം പോലെ നോക്കിക്കൊണ്ടിരുന്നെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ പതിയെ ആള് കൺവിൻസ് ആയി എനിക്ക് തോന്നി തുടങ്ങി. ആള് ശ്രദ്ധിച്ചു തുടങ്ങി, നോക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യാൻ നിർത്തി. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വന്നിട്ടുണ്ട്, വെറുതെ ഒന്ന് പോയി നോക്കി വെക്കാം. എടുക്കാനൊന്നും മൈൻഡിലാണ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. വെറുതെ ഒന്ന് പോയി നോക്കാം, എന്തായാലും നമുക്ക് പറ്റുന്ന തോന്നല്ല, റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതിന് ഇത്ര സ്റ്റാർട്ടിങ് 41 lakhs അങ്ങനെയാണ് പറയാം. അപ്പൊ ഞാൻ നോക്കുമ്പോ കുഴപ്പമില്ല. പക്ഷെ എന്നാലും അച്ഛൻ സമ്മതിക്കാൻ ചാൻസ് കുറവാണ് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇലക്ട്രിക് കാറിന് ഇത്ര കൊടുത്ത് ഇത് ഇവിടെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ഫസ്റ്റ് കൺവിൻസ് ചെയ്യാം. അങ്ങനെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയി. അപ്പം അച്ഛന് സ്വഭാവം ഉണ്ട്, അച്ഛൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യില്ല. അച്ഛൻ കാറ് നോക്കുള്ളൂ, വാങ്ങിയ വണ്ടി ആള് ഓടിക്കുള്ളൂ, അല്ലാണ്ട് ആള് ഓടിക്കില്ല. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയി. ആള് ചെന്നപ്പോൾ ആളുടെ ഫേസ് ഭയങ്കര ബ്ലാങ്ക് ആണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ബാക്കിലിരുന്ന കാറിന്റെ. അപ്പൊ ആളിങ്ങനെ ഫുള്ള് നോക്കണ്ട്. അവിടുത്തെ ഒരു സെയിൽസ്മാനാണ് നമുക്ക് ഓടിച്ചു തന്നത്, കാണിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ കാറിൽ കയറിയപ്പോ നോക്കി ഐ മീൻ ലവ് ആ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഫാന്റസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നേരിട്ട് കണ്ടിട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുറത്തുനിന്നും നല്ല രസമുണ്ട്, ഉള്ളിൽ നിന്നും നല്ല രസമുണ്ട്. സീറ്റ്സ് ഞാൻ പറയുകയാണെങ്കിൽ കുറെ സിമിലാരിറ്റീസ് ഉണ്ട് മറ്റേ പോർഷെ 911 ഒരു എനിക്ക് തോന്നിയത്. സീറ്റ്സ് കീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഗിയർ ഷിഫ്റ്റ് ഇത് അങ്ങനെ കുറച്ച് കാര്യങ്ങള് ഒരു ചൈനീസ് പോർഷെ പോലെ ആ ഒരു സാധനം ഉണ്ട്. അപ്പൊ എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഓക്കെ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഷുവർ ഓക്കെ ഇത് കൊള്ളാം. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ മിണ്ടാതിരുന്നു, കാരണം അച്ഛൻ എന്താ പറയാന്ന് അറിയില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ കാറിൽ കയറിയപ്പോ അച്ഛൻ പറഞ്ഞു, ഓക്കെ ലച്ചു വണ്ടി കൊള്ളാം, എന്നാ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഓ കൺവിൻസ് ആയി എത്ര പെട്ടെന്ന്. ഓക്കെ അങ്ങനെ അപ്പൊ തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ ഒരു 2-3 months വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ദെൻ ലിമിറ്റഡ് ആയിരുന്നു ആ സമയത്ത്. ബ്ലാക്ക് തന്നെ നോക്കിയത്. കാരണം വീട്ടിലെല്ലാ വണ്ടിയും ബ്ലാക്ക് അല്ലാണ്ട് ഈ ടയോട്ട പോലെ തന്നെ ബ്ലാക്ക് അല്ലാണ്ട് വേറെ എടുക്കില്ല. ബ്ലാക്കിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് വീണ്ടും ബ്ലാക്ക് തന്നെ എടുത്തല്ലേ? അതെ ബ്ലാക്ക് പറ്റില്ല, എല്ലാവർക്കും ബ്ലാക്ക് തന്നെ ഇഷ്ടം. വേറെ അതായത് ഞങ്ങളുടെ തോട്ടില് കളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു മൈൻഡ് ചേഞ്ച് ആവും. ബ്ലാക്ക് ഇസ് ഓൾവേസ് ബ്യൂട്ടി എന്നുള്ളൊരു സംഭവം. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ഓക്കെ, അന്ന് ഡൈനാമിക് വേരിയന്റിന്റെ 41 lakhs കേട്ടിട്ടാണ് പ്രൈസ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് പ്രീമിയം വേരിയന്റ് ആണ്. ഇനി ഒരു പെർഫോമൻസ് വേരിയന്റ് ഉണ്ട്. ഇതിന് ഏകദേശം എത്ര പ്രൈസ് ഓൺറോഡായപ്പോ? ഇതിന് 51 lakhs ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 51 lakhsന്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പെർഫോമൻസും മറ്റു വണ്ടികൾ ഉപയോഗിച്ചത് വെച്ചിട്ടുള്ള ഒരു ഫീല് തോന്നിയോ?
അതോ ഞാൻ കേറിയ എല്ലാവരും എൻ്റെ അച്ഛന് എൻ്റെ അടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ 51 lakhs ഉള്ളത് ഇത് അവർക്ക് തെറ്റിയ പോലെ. കാരണം അതിനും കൂടുതലുണ്ട്. ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റിഗ്രറ്റ് ഒന്നുമില്ല. ഐ എം ഭയങ്കര ഹാപ്പി എടുത്തതിൽ. അതായത് ഒരു പ്രശ്നമില്ല. സ്റ്റിൽ ഞാൻ കാറെടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഐ ഫീൽ കോൺഫിഡൻറ്റ്. ലൈക്ക് ആൾക്കാർ നോക്കുന്നതാണെങ്കിലും ഭയങ്കര ഒരു സംഭവമുണ്ട്. ഞാൻ ഈ കാറ് വാങ്ങിക്കുമ്പം എനിക്ക് വലിയ ഐഡിയ ഇല്ല ലൈക്ക് ഇതിന് ഇത്ര ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഞാൻ കാറ് വാങ്ങിക്കുന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ എൻ്റെ വീട് തൃശ്ശൂരാണല്ലോ. അപ്പൊ ഞാൻ തൃശ്ശൂർ വെറുതെ കാറിന്നെടുത്ത. അപ്പൊ തൃശ്ശൂർ വണ്ടിയേ ഇല്ല. എനിക്ക് മനസ്സിലാവില്ല ആൾക്കാർ എന്തിനാ കാറ് നോക്കുക. നമ്മൾ യൂഷ്വലി ഈ നോവൽ ഹൈറൈഡിന് മുമ്പ് ഇങ്ങനെ നോക്കലില്ല. ഞാൻ നോക്കുമ്പോ ഒരു കോളേജിന്റെ സൈഡിൽ കൂടെ പോകുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ എത്തിച്ചു നോക്കണം. അപ്പൊ ഞാൻ ആദ്യം കാറിന് എന്തെങ്കിലും പറ്റുമോ ചോദിച്ചു. പിന്നെ ഞാൻ മനസ്സിലായി കാറ് ഭയങ്കരമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇപ്പൊ കുറച്ച് നോട്ടം കുറഞ്ഞിട്ട്, കാരണം കുറച്ച് നാളായില്ല. പക്ഷെ ആ സമയത്ത് ഭയങ്കര ഒരു വലിയ സൂപ്പർ കാറൊക്കെ കൊണ്ടുപോകുന്ന ഒരു അങ്ങനെ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണ്ടേ. അപ്പൊ അതും കാണുമ്പോ ഒരു സന്തോഷം. അതിൽ തന്നെ 51 lakhs ഓക്കെയാണ്. പുതിയൊരു എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നല്ലേ? എനിക്ക് അങ്ങനെ ഞാൻ വാങ്ങുന്ന ഒരു കാരണം കിട്ടും. ഞാൻ എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതിലുണ്ട്. അപ്പം മൊത്തത്തില് ഫീച്ചേഴ്സ് എല്ലാം. നമുക്ക് ബാക്കി പുറത്തു പോവാം, കാരണം ലൈറ്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. സോ പുറത്തു വന്നു. വണ്ടിയുടെ ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇത്രയും ലെങ്തി ആയിട്ടുള്ള, അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു സെഡാനാണ് സീല്. അപ്പോൾ ഇത് ഡെയിലി പർപ്പസിന് യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്ന് പറഞ്ഞു. എന്നാലല്ല 30,000 kilometer ഇൻ 1 year ആയിട്ടുണ്ട്. സോ ഇത്രയും ഇപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ നടക്കുകയാണ് റോഡ്സിൽ. അതുവഴിയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റോഡിൽ സിറ്റിയിലൊക്കെ പോയി പാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കുറേ പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ഇതിന് ഇഷ്യൂസ് ഉണ്ടോ ഇതിന്? എനിക്കതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സെഡാൻ കാർ ആകുമ്പോൾ നമുക്ക് ഫുൾ ഓഫ് റോഡ് പോലെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ബോധം ഉണ്ടല്ലോ എടുക്കുമ്പോഴേ. അപ്പൊ എനിക്കറിയാം ശ്രദ്ധിച്ച് ഓടിച്ചിട്ട് ഇതുവരെ എവിടെയും തട്ടിയിട്ടില്ല. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. വളരെ ശ്രദ്ധിച്ചാൽ മതി, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. സാധാരണ ഹമ്പൊക്കെ കുഴപ്പമില്ലാണ്ട് പോയിക്കോളും. അല്ലെങ്കിൽ വലുതൊക്കെ വരുമ്പോ അതുപോലെ തിരിച്ച് നമ്മളിപ്പോ വരുന്ന വഴിക്ക് എടുത്ത പോലെ തിരിച്ച് അങ്ങനെ ശ്രദ്ധിച്ചെടുക്കുക. എനിക്കത് ടെൻഷനല്ല, ഞാൻ യൂസ്ഡായി. പിന്നെ പാർക്ക് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ലെങ്ത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചത് ഈ കാറിലാണ്. അപ്പം എനിക്ക് ഹെൽപ്ഫുൾ ആയതെന്ന് വെച്ചാൽ ക്യാമറ. അത് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അച്ഛൻ പാർക്ക് ചെയ്യാൻ ഭയങ്കര പെർഫെക്ഷനിൽ പാർക്ക് ചെയ്യണം. അത് ശ്രദ്ധിക്കും. അച്ഛനാണ് ചേച്ചിയാണല്ലോ ഒരു ഞാൻ പണ്ടോട്ടെ ചെറുതിലോട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കി ടയർ നേരെയല്ലേ, കറക്റ്റ് അല്ലേ, നേരെ കിടക്കുന്നത്, ഇങ്ങനെയൊക്കെ നോക്കും. അപ്പൊ ഞാനും അങ്ങനെ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പാർക്ക് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നമുള്ളതുകൊണ്ട് ഇത് കിട്ടിയപ്പം ഹെൽപ്ഫുൾ ആയത് ക്യാമറ. അതും ഭയങ്കര ക്ലാരിറ്റിയാണ്, ആക്യുറേറ്റ് ആണ്. അത് കറക്റ്റ് ഇനി എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു മതിൽ ബാക്കിലുണ്ടെങ്കിൽ കറക്റ്റ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എത്ര സെന്റിമീറ്റേഴ്സ് ഉണ്ടെന്ന് കറക്റ്റ് കാണിക്കും. അപ്പൊ എനിക്ക് ഹെൽപ്ഫുൾ. അപ്പൊ കറക്റ്റ് ഒരു ഐഡിയയും കിട്ടും. ഭയങ്കര ആക്യുറേറ്റ് ആണ്. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ചതും. അങ്ങനെയാണ് അതായത് പാർക്ക് ചെയ്യാൻ പഠിച്ചു. ഇപ്പോ ഇത് ഓടിച്ചിട്ട് എനിക്ക് പാർക്ക് ചെയ്യണ ഐഡിയ കിട്ടി. ഇത് വേറെ കാർ എടുത്താലും ഐഡിയ വന്നു ഇത് കാരണം. അപ്പോൾ ഇത് കാരണം അങ്ങനെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഇതിന് ശേഷം വേറൊരു കാർ ഓടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ഭയങ്കരമായിട്ട്. അത് എനിക്ക് വേറൊരു കാറിൽ കയറിയിട്ട് വലിയൊരു സന്തോഷം കിട്ടുന്നില്ല. എന്താ അറിയില്ല, എന്റെ കാർ എന്നുള്ള കൺസെപ്റ്റിലല്ല. എന്തോ എനിക്ക് ഇതിന്റെ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുന്നില്ല. അതൊരു ഞാൻ ഓടിച്ചിങ്ങനെ പോകുമ്പോഴും എന്തോ മൊത്തത്തില് വേറെ കാറിൽ കയറി ഞാൻ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൗണ്ട് കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ സ്പീക്കേഴ്സ് ഒക്കെ ഞാൻ ഈ അടുത്ത് ഞാൻ കുറ്റം പറയണ പോലെ പറയല്ല, ഞാനൊരു ഡിഫൻഡർ ഓടിച്ചായിരുന്നു. ഞാൻ പിന്നെ ഡ്രൈവ് പഠിച്ചപ്പോൾ പിന്നെ ഫുൾ ഫ്രണ്ട്സിന്റെ കാറൊക്കെ ഓടിക്കില്ല അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഓടിച്ച് നോക്കലുണ്ട്. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ടും ഒരുമിച്ച് അവൻ ഡിഫൻഡർ ബുക്ക് ചെയ്തു, ഞാൻ സീൽ ബുക്ക് ചെയ്യുന്നു. ഞങ്ങൾ നമ്പർ എടുക്കുമ്പോഴും ഞാൻ 7 എടുത്തു, ആള് 5 എടുത്തു. അങ്ങനെ എടുത്തതാ. അപ്പം ഞാൻ അത് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്കെന്തോ ഞാൻ ഉദ്ദേശിച്ച ഡിഫൻഡറിന്റെ സാധനം എനിക്കറിയില്ല, എൻ്റെ ഇമാജിനേഷൻ ആയിരിക്കും, എനിക്ക് കിട്ടിയില്ല. പിന്നെ സ്പീക്കർ 50 വരെ വോളിയുള്ളത് ഒറിജിനൽ സ്പീക്കേഴ്സ്. അത് മാക്സിമം കൂടി ഇപ്പോൾ ഒരു 25 വരെ വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സുഖമല്ലേ കേൾക്കല്ലേ, ഭയങ്കര സൗണ്ട് പ്രശ്നമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇത്ര വിലയുള്ള ഒരു കാറല്ലേ. അറ്റ് ദ സെയിം ടൈം കാറിന്റെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട്
ഫുൾ വോളിയം വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. അത് ഞാൻ വേറൊരു ഒറിജിനൽ സ്പീക്കേഴ്സിൽ കണ്ടിട്ടില്ല. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഈ കാറിൽ പെർഫെക്റ്റാണ്. ഈവൻ സ്പീക്കേഴ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പെർഫെക്ഷൻ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വേറെ കാറിൽ അതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഏത് കാര്യം എടുത്ത് നോക്കിയാലും, ഓടിക്കുന്ന കാര്യം, ഇപ്പൊ ക്യാമറയുടെ നോക്കിയാലും, ക്യാമറയുടെ ക്ലാരിറ്റി നോക്കിയാലും, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സെന്റിമീറ്റേഴ്സ് പോലെ കാണിക്കില്ലേ, അത് പിന്നെ പല കാര്യങ്ങളുണ്ട്. ഇതിനുള്ളത് അതിനില്ല. എനിക്ക് ഓടിക്കുമ്പോ ഇതാണ് ഇഷ്ടം. അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ റേഞ്ചിന്റെയും ചാർജിങ്ങിന്റെയും കാര്യത്തിലൊക്കെ പോവാം. റേഞ്ച് ഇവര് അവകാശപ്പെടുന്നത് 600 കിലോമീറ്റേഴ്സിൽ കൂടുതലാണ്. 650 കിലോമീറ്റേഴ്സ്. സോ ക്ലെയിംഡ് റേഞ്ചിന്റെ അത്രയും എത്തിക്കുന്ന വണ്ടി BYDs ആണ് ഏകദേശം. അപ്പോൾ ഇതിന് എത്ര കിട്ടുന്നുണ്ട്? എത്ര കിട്ടുന്ന വെച്ചാൽ ഡ്രൈവറിന് അനുസരിച്ചിരിക്കും എനിക്ക് തോന്നുന്നു. ഓരോ ഡ്രൈവിനും അനുസരിച്ച്. അത് എൻ്റെ അച്ഛനെ ഓടിക്കുമ്പോൾ ഏറ്റവും റേഞ്ച് ഉണ്ട്. ആള് കറക്റ്റ് കിലോ വാട്ടൊക്കെ നോക്കി അങ്ങനെ ഓടിക്കണേ എപ്പോഴും. പിന്നെ എടുക്കുമ്പോഴും ആ കാല് കൊടുക്കുന്നതിന്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നതും എല്ലാം ആള് നോക്കിയിട്ട് കൊടുക്കുന്നത്. ആൾ ഓടിക്കുമ്പോൾ ഐ ഗസ് എനിക്കൊരു 600 സൈഡിൽ എന്തായാലും കിട്ടുന്നുണ്ട് ആൾ ഓടിക്കുമ്പോൾ. ഞാൻ ഓടിക്കുമ്പോൾ കുറയും. അങ്ങനെ നോക്കി ഓടിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ശ്രദ്ധിക്കണില്ല. ഞാൻ അങ്ങനെ പോകുന്ന പോലെ വെറുതെ അങ്ങനെ പോവാ. അങ്ങനെ ശ്രദ്ധിക്കാതെ ഓടിച്ചാൽ തന്നെ ഓക്കെ ആണ് ഇതിന്റെ റേഞ്ച് എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഓടിക്കാൻ 580 അത്ര തന്നെ പോവുള്ളൂ. അതിന്റെ താഴെ അങ്ങനെ പോകുന്നില്ല. അച്ഛൻ ഓടിക്കാണ് കറക്റ്റ് 600 സൈഡിൽ കിട്ടുന്നുണ്ട്. അത് 550 എന്തായാലും കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ട്രിപ്പൊക്കെ ഇട്ടിട്ട് കറക്റ്റ് അച്ഛൻ ഇട്ടിട്ട് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇടുമ്പോ എന്തായാലും കിട്ടില്ലെന്ന് പറയാം. അല്ല, അപ്പൊ അത്യാവശ്യം നല്ല ത്രോട്ടിൽ കൊടുത്താണ് ഓടിക്കുന്നത്. എന്നിട്ടും അത്രയും കിട്ടുന്നുണ്ടെങ്കിൽ അതൊട്ടും മോശമല്ല. ആ ഒരു പെർഫോമൻസ് മീൻസ് ആ ഒരു പവർ ഭയങ്കര ടോക്കൊക്കെയാണ്. അതൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെട്ട് കാണല്ലേ ഇപ്പൊ? അയ്യോ ഭയങ്കരമായിട്ട്. അത് ഓടിച്ചോടിച്ച് പിന്നെ എനിക്ക് വീട്ടിലത്തെ കാറൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് വേറെ ഏത് കാർ എടുക്കുമ്പോഴും എന്തോ ഒരു സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ആ ഒരു സൗണ്ട് മിസ് ചെയ്യുന്നുണ്ടോ? കാരണം BMWs ഒക്കെ ഓടിക്കുമ്പോൾ അതിന്റെ ഒറ്റ പ്രശ്നമുള്ളൂ. ഞാൻ എന്നിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഇരുന്ന് സംസാരിക്കാൻ പറയും സ്പീക്കർ പുറത്തേക്ക്. ഇതിനാകെയുള്ള ഒരു കുറവാതാ. വേറെ എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. സൗണ്ട് ഇല്ല. സൗണ്ടോട് ഉണ്ടായിരുന്നു ഈ കാറിൽ പെർഫെക്ഷനാണ്. അതിന്റെ ഒരു പ്രശ്നമുള്ളൂ. ബാക്കി പക്ഷെ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഒരു റോട്ടിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇപ്പൊ വേറെ സൗണ്ട് ഒന്നും ഉണ്ടാക്കണ്ട. നമ്മൾ ചെല്ലുന്നതോ പോകുന്നോന്നും അറിയില്ല. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വർക്കിന് പോകുമ്പോ 3 മണി 2 മണിക്കൊക്കെ എണീറ്റ് പോവാറ്. വീട്ടില് യൂഷ്വലി ഞാൻ ഇന്നോവ എടുത്തിട്ട് പോവാറ്. ഇന്നോവയുടെ സൗണ്ട് അറിയാലോ, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭയങ്കര നാട്ടിലെല്ലാവരും. അപ്പോ ഭയങ്കര സൈലൻസ് ആയിട്ടുള്ള പ്ലേസ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. അപ്പൊ പെട്ടെന്ന് ഭയങ്കര സൗണ്ടാ. ഇതെടുത്ത് പോകുമ്പോ ഞാൻ പോണെന്ന് വരുന്നെന്ന് ആരും അറിയില്ല. അതൊരു കാര്യമാണ്. പിന്നെ ചാർജിങ് ടൈം വീട്ടിലാണോ കൂടുതൽ ചാർജ് ചെയ്യുന്നത്, അതോ പുറത്താണോ ചെയ്യാറുള്ളത്? വീട്ടിലാണ് കൂടുതൽ ചെയ്യുന്നത്. എത്ര സമയം എടുക്കുന്നുണ്ട്? വീട്ടില് ഐ ഗസ് 12 hours. ഞാൻ ഇപ്പൊ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ നേരെ ചാർജ് ചെയ്യാനിടും. അടുത്ത വർക്കിന്റെ സമയം നേരെ എടുക്കും. അപ്പം ഡെയിലി പോകുമ്പോഴെങ്കിലും ചാർജ് ചെയ്യാം, അല്ലാതെ 20 ആകാനോ അങ്ങനെ ഒന്നും വെയിറ്റ് ചെയ്യത്തൊന്നുമില്ല വീട്ടിൽ ചെല്ലുമ്പോൾ? അല്ലല്ല, ഞാൻ വെറുതെ അങ്ങ് ചാർജ് ചെയ്തിടാറില്ല. ഒരു 15% താഴെയൊക്കെ പോയാൽ മാത്രമേ. അങ്ങനെ ഇടാറുള്ളൂ. മാക്സിമം അങ്ങനെ നോക്കും. പിന്നെ പെട്ടെന്ന് ഇപ്പൊ നെക്സ്റ്റ് ഡേ തന്നെ ദൂരെ വർക്ക് ഉണ്ട്, കിലോമീറ്റേഴ്സ് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇടും, അല്ലെങ്കിൽ ഇടലില്ല, കുറവാ. ചാർജിങ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ശ്രദ്ധയിലുണ്ട് വണ്ടി നോക്കുന്ന എല്ലാത്തിലും. അപ്പൊ അങ്ങനെ നോക്കുന്നുണ്ട്. വെറുതെ ഒരു ചിലവര് 80 ആകുമ്പോഴേക്കും വെറുതെ 100 ആവാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ പുറത്ത് ചാർജ് ചെയ്യലുണ്ട് വല്ലപ്പോഴും. ഇപ്പൊ ഞാനിപ്പോ കൊച്ചിയിൽ വന്നപ്പം ഇവിടെ ഗോയിസിൽ ചാർജ് അങ്ങനെയുണ്ട്. അവിടെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു 1 hour 45 minutes മാക്സിമം. പിന്നെ ചാർജിങ് ഏറ്റവും താഴെ എത്ര വരെ കൊണ്ടുപോയിട്ടുണ്ട്? അത് എത്ര കോൺഫിഡന്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ 5% വരെ എത്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ കോൺഫിഡൻസിനെ പറ്റി അത് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഫുൾ റിസർച്ച് ചെയ്തതാണ്. അപ്പൊ എന്താണ് ബാറ്ററി, ഇത് പോയി കഴിഞ്ഞാൽ എന്താവും, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഈവൻ എന്റെ ഫോൺ പോലും അങ്ങനെ ചാർജ് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് അത് അറിയണത് എന്താണ് ഫുൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് എനിക്കറിയണം. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് എത്ര റിസർവ് എത്രയും കൂടെ ഉണ്ട് കഴിഞ്ഞാലെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വൺ ടൈം ഞാൻ തൃശ്ശൂരിൽ വർക്ക് കഴിഞ്ഞിട്ട് വരികയായിരുന്നു. ഞാൻ കറക്റ്റ് ഗുരുവായൂരായിരുന്നു, കറക്റ്റ് ചാർജ് നോക്കിയിട്ട് പോയത്. അപ്പം ഞാൻ ചാർജ് ചെയ്യേണ്ട ആവശ്യം, ഞാൻ പറഞ്ഞു കറക്റ്റിന് ഇട്ട പോരെ, ലൈക്ക് വെറുതെ കഴിയുമ്പോൾ കിട്ടണ്ടല്ലോ വെച്ചിട്ട് വരികയായിരുന്നു. പക്ഷേ ശോഭ സിറ്റി മാളുണ്ട്, അവിടെ ഫുൾ റോഡ് പണി ആയതുകൊണ്ട് ഒരു ബ്ലോക്ക് വന്നു. കുറേ നേരം അവിടെ നിന്നു.
അപ്പം ഉദ്ദേശിച്ചിട്ട് എൻ്റെ കാൽക്കുലേഷൻ പോയി. ഓക്കെ. അത്രയും ബ്ലോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ മാപ്പിൽ വേറെ വഴി നോക്കി പോയിട്ട് ഞാൻ വേറൊരു ചെറിയൊരു വഴി കടന്ന് ഞാൻ വെച്ചു വേറൊരു എൻ്റെ വീടിൻ്റെ റൗണ്ട് ചെയ്ത് എത്തുന്നു. പക്ഷെ കറക്റ്റ് എത്തുന്ന പോയിന്റിൽ എത്തിയപ്പം അവിടെ റോഡ് ബ്ലോക്ക് ആയിരുന്നു. സോ എഗെയിൻ ഐ ഹാഡ് ടു ഗോ ബാക്ക്. ആ ബ്ലോക്കിൽ വന്ന് നിൽക്കേണ്ടി വന്നു, ഓൾറെഡി ബ്ലോക്കിൽ നിന്നിട്ട്. അപ്പോൾ കുറെ ടൈമും പോയി, അത്രയും കിലോമീറ്റർ അങ്ങനെ നിന്നാ മതിയായിരുന്നു അവിടെ. അപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്ത് ശോഭ സിറ്റിയിൽ പ്ലഗ് ഇൻ ചെയ്യുന്ന പറഞ്ഞായിരുന്നു, വീട്ടിൽ വരണ്ട. എനിക്ക് എന്തൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ വണ്ടി എടുത്ത് വന്നു. ഞാൻ നോക്കി എങ്ങനെയും എത്തിക്കേണ്ടതാണ്. അപ്പം എൻ്റെ മൈൻഡിലുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങാനും ചാർജ് നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ വേഴ്സ്റ്റ് കേസ് എന്താ നടക്കാന്ന് എനിക്കറിയാം, റിസർവ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ബിവൈഡിലത്തെ ആൾക്കാർ വന്ന് ചാർജ് ചെയ്ത് തരും ഓൾ ഓവർ ഇന്ത്യ, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റും ചെയ്യാമല്ലോ ഞാൻ വിചാരിച്ചു. പക്ഷെ എന്നാലും കോൺഫിഡൻസ് ആയിരുന്നു. 1% തീർന്നപ്പോഴാണ് കറക്റ്റ് ഞാൻ എൻ്റെ വീടിനുള്ളിൽ എത്തിയത്. കറക്റ്റ്. ഞാൻ കുറച്ച് പേടിച്ചു, എന്തുണ്ടാവും ഞാൻ നിന്ന് പോയി അച്ഛൻ ഇന്ന് കേൾക്കുന്നുള്ളതല്ലേ, അല്ലാണ്ട് കുഴപ്പമില്ല. പക്ഷെ കറക്റ്റിൽ എത്തി. ഞാൻ ഉദ്ദേശിച്ച പോലെ കാൽക്കുലേഷനിൽ ഞാൻ അതുപോലെ ഈ അച്ഛൻ ഡ്രൈവ് ചെയ്യുന്ന പോലെ നോക്കി ഓടിച്ചപ്പം കറക്റ്റ് ഞാൻ എത്തി, ഒരു കുഴപ്പമുണ്ടായില്ല. ആ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഞാൻ എത്തി. സോ 1% വരെയും ട്രസ്റ്റ് ചെയ്യാം എന്ന് മനസ്സിലായി, കുഴപ്പമില്ല. എന്നിട്ട് പക്ഷെ ഇതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 5% കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ എനിക്ക് മനസ്സിലാവില്ല, റേഞ്ച് ഇതിന്റെ കട്ടായി പോയി. അതായത് നമുക്ക് ഇനി എത്ര കിലോമീറ്റർ ഓടിക്കാൻ എഴുതി കാണിക്കുന്നത് നോർമൽ പെട്രോൾ കാസിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണിക്കില്ല. ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യണ്ടായത് 5 കഴിഞ്ഞിട്ട് ഒരു ഐഡിയ ഇല്ലാണ് ഞാൻ എപ്പോ അവിടെ നിൽക്കാം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഞാൻ ഓടിച്ചത്. പക്ഷെ എക്കോ മോഡിലൊക്കെ ആയിരിക്കുമല്ലോ, എ സിയുടെ കൺസപ്ഷൻ ഒക്കെ കുറച്ചൊക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. എ സി ഇട്ടാലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഈ സിറ്റിട്ട് എനിക്ക് വലിയ, അതായത് ഞാൻ അങ്ങനെ ഫുള്ളാക്കിയൊന്നും ഇടാറില്ല. ഒരു 2 ഫാനൊക്കെ ഒരു 2, പിന്നെ സജസ്റ്റ് ചെയ്യുന്ന 20 to 23 അതിൽ തന്നെ ഇടാറുള്ളൂ. ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് കൂളാകും, അതൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം പെർഫെക്റ്റ് ആണ്, എ സി എല്ലാം പെർഫെക്റ്റ് ആണ്. ഓക്കെ. സോ BYD സീലിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യം നമ്മൾ അധികം ഡിസ്കസ് ചെയ്തില്ല. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സുകളെ പറ്റി അറിയാനുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി അറിയാനുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? ഞാൻ കൂടുതൽ കാറിൻ്റെ അകത്തല്ലായിരിക്കുന്നത്. എനിക്ക് കാറിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് ഇഷ്ടം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ പാട്ടിൽ ഞാൻ ഇപ്പോൾ മ്യൂസിക് കേൾക്കുന്നതാണെങ്കിലും ഇതിലത്തെയാണ് ഏറ്റവും. ഞാൻ സീല് വാങ്ങിയാൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഞാനായിരിക്കും. ഇതിലേറ്റവും ചേഞ്ച് ചെയ്തിട്ട് വല്ല തീം മാറ്റിയിട്ട് അങ്ങനെ കുറേ പരിപാടി ഞാൻ കാണിക്കുന്നുണ്ട്, അങ്ങനെ കുറേ ചെയ്യാനുണ്ട്. പിന്നെ ഏറ്റവും ബെസ്റ്റ് കാർ പ്ലേ ഇതിലാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് കാർ പ്ലേ ഇതിലാണ്. എല്ലാ കാറും കയറിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സ്ക്രീനിൽ. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് മാപ്പിലൊക്കെ പോവാണെങ്കിൽ മാപ്പ് അത്രയും രസമായിട്ടാണ് കാണുന്നത്, നമുക്ക് നോക്കാൻ തന്നെ തോന്നും. അങ്ങനെ രീതിക്ക് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ സോങ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര എസ്തെറ്റിക് ആണ്. ഇപ്പം എനിക്ക് യൂസ് ചെയ്യുമ്പോഴും ടച്ച് റെസ്പോൺസ് ആണോ ഉദ്ദേശിക്കുന്നത്, അതോ ഭയങ്കര ലാഗ് ഇല്ല, ഒരു ഫോൺ പോലെ യൂസ് ചെയ്യാവുന്ന പോലെ. ഇപ്പൊ ഞാൻ അതുപോലെ സംടൈംസ് എനിക്കിപ്പോ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഫോൺ കണക്ട് ചെയ്യണമെന്നുള്ള ഞാൻ നേരെ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഇതില് ആപ്പായിട്ട് തന്നെ സ്പോട്ടിഫൈ ഉണ്ട്, സ്പോട്ടിഫൈ വെക്കാം, നെറ്റ് കണക്ട് ചെയ്ത് സ്പോട്ടിഫൈ വെക്കാം, അങ്ങനെയുണ്ട്. ഇതിൽ ഇൻബിൽറ്റ് ഇന്റർനെറ്റ് ഇല്ല, ഒരു കാര്യമുണ്ട്. അതില്ല, ഒരു സിം പ്രൊവൈഡ് ചെയ്യേണ്ടതായിരുന്നു. അത്രയും ആലോചിക്കണോ? അങ്ങനല്ല, ഞാൻ കണ്ടിരുന്നു മറ്റേ അതിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത്രയും വേണം, നമുക്ക് കണക്ട് ചെയ്താൽ പോലെ എന്റെ ഒരു തോട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിപ്പോ വലിയൊരു ടഫ് ആയിട്ട് എനിക്ക് തോന്നില്ല. പക്ഷെ മോസ്റ്റ്ലി ആരും അത് ചെയ്യുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ നേരെ നമ്മള് കാർപ്ലേക്കല്ലേ പോകുന്നുള്ളൂ. അതിപ്പോ എങ്ങനെ ചെയ്താലും ഇതന്നെ നടക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്കിത് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. പിന്നെ പിന്നെ ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കളിക്കൽ എനിക്ക് ഇത്തിരി കൂടുതലാണ്. പക്ഷെ ആപ്പിൾ കാർപ്ലേ ടിൽറ്റില് കിട്ടില്ല, ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല, ടിൽറ്റ് ആവില്ല ആപ്പിൾ കാർപ്ലേയില്. അപ്പൊ എനിക്ക് ടിൽറ്റ് ചെയ്യാൻ തോന്നുമ്പോ ഒന്നിൽ ഞാൻ സ്പോട്ടിഫൈ വെക്കും, സ്പോട്ടിഫൈ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ആപ്പ് ഉണ്ട്, സാധാരണ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടില്ല, അതും ഓക്കെയാണ്, അതും കിട്ടും. അപ്പൊ ഇടയ്ക്കിന് തിരിച്ചു കളിക്കലുണ്ട്.
അത് ഐ ഡോണ്ട് തിങ്ക് എല്ലാരും ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഡെയിലി ചെയ്യുന്ന പരിപാടി. കാറിൽ കയറി വേണമെങ്കിൽ രാത്രി ആകുമ്പോൾ ഞാൻ മാറ്റും. എപ്പോഴും മാറ്റി കളിക്കണം. ഫീച്ചർ യൂസ് ചെയ്യണമല്ലോ, ഇത് ഉണ്ടായിട്ട് യൂസ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ആൾക്കാർ പറഞ്ഞ ഒരു കാര്യം കണ്ടോ ഈ കാറില്, എനിക്കതിന് തോന്നി, ഞാൻ റിവ്യൂ കണ്ടപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല അതൊരു പ്രശ്നമാണോ. ഇതില് AC കൺട്രോൾസ് നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇറ്റ്സ് വെരി ഈസി, കമാൻഡ് ചെയ്താൽ മതി. അത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ കോൾ ചെയ്യുകയാണെങ്കിലും, ഞാനിപ്പോ ഒരു സോങ് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ AC കൺട്രോൾസ്, സീറ്റ് വെന്റിലേഷൻ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒക്കെ പറയുന്നു ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ. കാരണം ഞാൻ പറഞ്ഞില്ല, ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയത് ഈ കാറില്. ആ പഠിച്ചു തുടങ്ങുന്ന ആൾക്ക് ഇവിടെ കുത്തിക്കൊണ്ടിരിക്കാൻ എപ്പോഴും പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്ന കമന്റ് ചെയ്യാൻ നല്ലത്. അങ്ങനെ AC കൺട്രോളിംഗ് AC കൺട്രോൾ എത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ എത്ര ടെമ്പറേച്ചറിൽ ഫാൻ സ്പീഡ് ഇത്രയെന്ന് പറഞ്ഞു ഞാൻ അതങ്ങനെ വെച്ചത്. എനിക്കൊന്ന് വെൻസും അതനുസരിച്ച് ചെയ്യാൻ പറ്റുമോ? വെൻസ് മീൻസ് വെൻസ് ഇതില് സിമ്പിൾ അല്ല, ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത്. അത് ഇപ്പോ ഇങ്ങനെയാണ് സ്വിങ്ങിലായിരിക്കുന്നത്, രണ്ട് സൈഡ് സ്വിങ്ങിലായിരിക്കുന്നത്. ഇനി ഇത് ഫ്രീലാക്കാം. ഫ്രീലാക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോ അവോയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നിന്ന് മാറുന്നു. അതുപോലെ ഫോക്കസ് ചെയ്തതിന് ഫേസിലേക്ക് ആവുന്നു. അത് സ്വിങ്ങിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെയായിട്ട് പോകുന്നു. അപ്പൊ വോയിസ് കമന്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്വിച്ചസ് ഇല്ല എന്നുള്ളൊരു പരാതി അങ്ങ് മാറി. എനിക്ക് പരാതിയില്ല. പിന്നെ അറ്റ് ദ സെയിം ടൈം എനിക്ക് വേറെ ഒന്നും കൂടി തോന്നിയിരുന്നു കേട്ടോ. അത് ഇത് എയർ പ്യൂരിഫിക്കേഷൻ ഞാൻ പറയുമ്പോ എല്ലാം എനിക്ക് അട്രാക്റ്റീവ്. ഇതൊക്കെ ഞാൻ കാറിൽ കയറിട്ടോ കണ്ട, ഞാൻ ആരും അങ്ങനെ വീഡിയോയില് കാണിക്കുന്നു കണ്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് എയർ ക്വാളിറ്റി എന്തെങ്കിലും പ്രശ്നം, നമ്മളിപ്പോ ഒരു ഭയങ്കര സ്മോക്കുള്ള ഏരിയ എന്നൊക്കെ കയറി കഴിഞ്ഞാല് ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നേരെ ഞാൻ പ്യൂരിഫിക്കേഷൻ. ഇപ്പൊ ഞാൻ കാറിൽ നിന്ന് പെർഫ്യൂം യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ചില സമയത്ത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് ഓൺ ചെയ്യുമ്പോ വിത്തിൻ 2-3 സെക്കൻഡ്സ് അത് പോയി. അത് ഭയങ്കര ഇങ്ങനെ ഓൺ ചെയ്ത് ഇത് പോയി. ഓക്കെ, പെർഫെക്റ്റ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ആ എയർ ക്വാളിറ്റി ഭയങ്കര പ്യുവർ ആയിട്ട് തോന്നുന്നു. അതൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സീറ്റ് വെന്റിലേഷൻ ഉണ്ട്, സീറ്റ് കോൾ ചെയ്യുന്ന അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഇത് യൂസ് ചെയ്യുന്ന ആളാണ്. ഇത് അത്യാവശ്യം സ്ലോ ചാർജറാണ്. പിന്നെ എന്റെ താഴെ വയറ് തന്നെ, ഞാൻ വയറ് വെച്ചിട്ടാണ് ഇതാണ്. അത് ഭയങ്കര ഫാസ്റ്റ് ചാർജറാണ്, പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്. അപ്പൊ നമ്മളതല്ലേ യൂസ് ചെയ്യുന്നത്. ഇത് ഓക്കെ ആണ്, കുഴപ്പമില്ല. ചിലര് ഫ്രണ്ട്സ് കാറിൽ കയറുമ്പോ ചാർജർ വയറില്ലെങ്കിൽ ഇവിടെ വെക്കും. അങ്ങനെ. പിന്നെ അട്രാക്ട് ചെയ്ത വേറെ അഡാസ് ഫീച്ചേഴ്സ്, ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഓട്ടോമാറ്റിക് ബ്രേക്കിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയ ഒരാളായതുകൊണ്ട് തന്നിഷ്ടത്തിൽ കൂടുതൽ. അപ്പൊ ഞാൻ എവിടെന്നെങ്കിലും ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല, പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ ആൾക്കാരായിരിക്കും ഞാനിട്ട ബ്രേക്ക്. ഞാനല്ല, വണ്ടി തന്നെയാണ്. സംടൈംസ് ഇപ്പൊ ഇന്നലെ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആരാ നോക്കാൻ വേണ്ടിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് വരുന്ന സമയത്ത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആരാ നോക്കാൻ ഞാൻ പെട്ടെന്ന് ഫോൺ നോക്കിയപ്പോൾ ആക്ച്വലി ഫ്രണ്ടിലുള്ള കാറ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഹൈവേയിലാണ്, തൃശ്ശൂർ ഹൈവേയിലാണ്. അങ്ങനെ സഡൻ ബ്രേക്ക് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്തൊരു പട്ടി എന്ന് ക്രോസ് ചെയ്ത ഫ്രണ്ടിൽ കൂടെ. അപ്പൊ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഞാൻ കണ്ടു. ഞാൻ ഇങ്ങനെ ഇരിക്കും, ജസ്റ്റ് ഒരു സെക്കൻഡില് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഇട്ടു. സന്തോഷം. അങ്ങനെ കുറെ തവണ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് ഇതൊരു പ്രശ്നമായിട്ടും തോന്നിയിട്ടില്ല. ഇങ്ങനെ പാർക്ക് ചെയ്ത് തിരിക്കുമ്പോഴേക്കാണ് ചില ജസ്റ്റ് ഒരു ബൈക്ക് എന്തെങ്കിലും ബാക്കിൽ പോകില്ല, അങ്ങനെ വഴിയും തിരിക്കുമ്പോഴൊക്കെ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ ബാക്കി ആ ബ്രേക്കിംഗ് സംടൈംസ് ഓക്കെ ആണ്. നമ്മൾ ഫോണിലൊക്കെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും മൈൻഡ് പോയി കഴിഞ്ഞാല് കറക്റ്റ് ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ പോലെ ലോങ് ഡ്രൈവ്സ് കൂടുതലാണല്ലോ, ഇതില് സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി പോകുന്ന അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, കുറെ യൂസ് ചെയ്യാറുണ്ട്. ഐ ഡോണ്ട് തിങ്ക് അതും എല്ലാരും യൂസ് ചെയ്യുന്നില്ല. ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ 2-3 തവണ ഞാൻ കൊച്ചി ഫുള്ള് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടാ വന്നത്. ആൾക്കാർ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ഫുള്ള് ഞാൻ കാലും വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ടച്ച് ചെയ്യണം. ഇടയ്ക്ക് ഞാൻ സ്പീഡ് പോകുന്ന സ്ഥലത്ത് കുറച്ച് സ്പീഡിൽ പോകണമെങ്കിൽ കറക്റ്റ് പോകും, ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇതേപോലെ പെട്ടെന്ന് വല്ല കോൾസോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയമാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നോക്കിയാൽ മതി. ഞാനിങ്ങനെ ഒന്ന് കറക്റ്റ് സ്പീഡിൽ
സ്റ്റിയറിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തിരിഞ്ഞ് ഒരു പ്രശ്നമല്ല, ഭയങ്കര റെസ്പോൺസീവ് ആണ് ആ കാര്യത്തിലൊക്കെ. അതും പെർഫെക്റ്റ് ആണ്. എനിക്കൊന്നും ഇതിൽ ഡ്രൈവ് ചെയ്ത് പഠിച്ചത് മീൻസ് വേറൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് ശീലിച്ച് കുറെ ഇതായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒന്നും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ല, ഞാൻ ഇതിൽ പഠിച്ചുകൊണ്ട് എനിക്കിത് പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇനി എനിക്ക് വേറെ കാറിൽ കയറി സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. അങ്ങനെയുണ്ട്, കാരണം ഇതിലുള്ള കാര്യങ്ങൾ എല്ലായിടത്തും നോക്കുമ്പോൾ this is perfect. പിന്നെ യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണ് മിററിന്റെ അല്ലേ? എങ്ങനെയുണ്ട് ലൈറ്റ്സ് ഒക്കെ? ഇതില് ഞാൻ പറയുകയാണെങ്കിൽ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് വ്യൂവിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്നൊരു വർക്കിനൊക്കെ പോവാണ്, എവിടെന്നെങ്കിലും പോവാണെങ്കിൽ ഞാൻ കുറെ കാറിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ വേറൊരു ഇതിൽ നോക്കിയാണെങ്കിൽ ഇതിന്റെ ലൈറ്റിങ് ഭയങ്കര പെർഫെക്റ്റ്. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര പെർഫെക്റ്റാ. അപ്പൊ ഞാൻ കാറിൽ നിന്നിട്ട് കുറെ ഞാൻ മേക്കപ്പ് ഇടുന്നോണ്ട് അതും എനിക്ക് ഭയങ്കര ഉപകാരമുള്ള കാര്യം. ഞാൻ വേറെ കാറിൽ കയറുമ്പോ ഒരുമാതിരി അങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ ഇതിൽ ഞാൻ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇതിലിരുന്ന് മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണ്. അതും ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തില്. കറക്റ്റ് ലൈറ്റും ആണ്, മിററും കറക്റ്റ് ആണ്. ഞാൻ ബാക്കി സ്റ്റോറേജ് സ്പേസുകൾ അത്യാവശ്യം ബോട്ടിൽസ് വെക്കാനും ഓരോന്നൊക്കെ വെക്കാനൊക്കെ എനിക്ക് ഞാൻ കുറെ ഡ്രിങ്ക്സും സാധനങ്ങളൊക്കെ കുറെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കാർ വാങ്ങുമ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ബോട്ടിൽ ഹോൾഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്. പിന്നെ അത് വരും വലിയ ബോട്ടിൽ വയ്ക്കുമ്പോ ഇപ്പൊ സ്റ്റാർബക്സ് എന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ വലുത് കിട്ടും, അതുപോലെ മീഡിയം കിട്ടും. കറക്റ്റ് ആ സാധനം ഉണ്ട്, ഇരുന്നോളും. അതുപോലെ തന്നെ ബോട്ടിലിനാണെങ്കിലും ബാക്കിൽ ഇതില് സ്പേസ് നന്നായിട്ടുണ്ട്. ഇതിലിപ്പോ ഓരോ സാധനങ്ങൾ ഇരിക്കുകയാണ്, ഭയങ്കര നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ ഇപ്പൊ താഴെ സ്പേസ് ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്തും നല്ല സ്പേസ് ഉണ്ട്. അതിന്റെ അകത്തും നല്ല സ്പേസ് ഉണ്ട്. കുറെ സാധനങ്ങൾ അതിന്റെ ഉണ്ട്. ബൂട്ട് സ്പേസ് അതേപോലെ തന്നെ പറഞ്ഞു അതുകൊണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ യൂസ് ചെയ്യാറില്ല, അവിടെയും കുറെ സ്പേസ് ഉണ്ട്. അതിനും നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ എനിക്ക് സ്പേസ് ഇല്ലാതെ വെക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഫുൾ ടൈം ട്രാവലിംഗ് ഇതായതുകൊണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള കാറും കൂടെ ആണ്. കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഈ കാറ് വെറുതെ ഷോ ആയിട്ട് നടക്കാം അങ്ങനെ. പക്ഷെ എനിക്കങ്ങനെ, എനിക്ക് ഡെയിലി കാറാണ്. എവിടേക്കുള്ളെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ ഒരു പ്രശ്നമില്ല. അധികം യൂസ് ചെയ്യാറില്ലെന്ന് തോന്നുന്നു, കവർ ചെയ്ത് വെച്ചേക്കല്ലേ? ഇത് മൂൺ റൂഫ് ഞാൻ കണ്ടതില് ഈ വണ്ടി വാങ്ങുമ്പോ ഒരു ഫസ്റ്റ് അട്രാക്ഷൻ, ഞാൻ കാറിന്റെ ബാക്കിലിരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വലുത് ഭയങ്കര രസമുണ്ട്. അപ്പൊ എനിക്ക് ഒരു കാറ് വാങ്ങുമ്പോഴും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ആ ടൈമിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന പനോറമിക് സൺറൂഫാണ്, മറ്റേ നോർമൽ സൺറൂഫിന്. അപ്പൊ എന്നാലും എനിക്ക് ഇനി ഒന്നുകൂടി വലുത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോ ആ കാര്യത്തിൽ ഇത് പെർഫെക്റ്റാ. ഇത് ഫുൾ ഭയങ്കര രസമല്ലേ ഇത് തുറന്നിരിക്കുമ്പോ. അപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു വെയിലടിക്കുമോ. അതുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. ഇത് എന്റെ അച്ഛനിട്ട ആളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇട്ടതാ. ഞാൻ ഇത് ഇടാറില്ല, എനിക്കിത് ഇടാണ്ട് ഭയങ്കര ഓക്കെ ആണ്. ഇത് BYD accessories തന്നെയല്ലേ അതോ? അതെ, അവര് കാറിൽ ഉണ്ടാവുന്ന തന്നെ. ഇത് നമുക്ക് മാനുവലി എടുത്ത് മാറ്റണം, ജസ്റ്റ് ഒരു ക്ലിപ്പ് പോലെ. എന്നിട്ട് അത് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് അവർ തന്നെ കവറിൽ ഇട്ടാൽ മതി. ഇത് രണ്ടെണ്ണം അഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഈ ഗ്ലാസ് തൊട്ട് ഒരു ചൂട് ഫീൽ ചെയ്യും, അല്ലാതെ പ്രശ്നമില്ല, തീരെ ഇല്ല. അപ്പൊ രാത്രിയാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്കാ, അല്ലെങ്കിൽ കറക്റ്റ് ഇപ്പൊ ഒരു സൺ തൊട്ട് ഫ്രണ്ടിലുണ്ടെങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. അതും ഓക്കെ ആണ്. കുറെ ആൾക്കാര് ഞാൻ ഈ കാർ എടുക്കുമ്പം അങ്ങനെയും പറയുന്നു ഇത് ഭയങ്കരമായിട്ട് ചൂട് വരും, തോന്നിയിട്ടേ ഇല്ല. അതെ 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 അതെ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതൊന്നും തീരെ ചൂട് വരുന്നില്ല, പക്ഷെ ഈ ഗ്ലാസ് അത്യാവശ്യം ചൂട് വരുന്നു, അത് മാത്രമേ. പിന്നെ സെക്കൻഡ് ഒരു കാര്യം, ആ ഇതിൽ ഞാൻ ടിൻറ്റി നമുക്ക് അധികം പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, വെരി നൈസായിട്ട്. അപ്പൊ ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ നന്നായിട്ട് ചൂട് ഇങ്ങനെ വരുന്നുണ്ട് അതിന്റെ. അപ്പൊ ഇതൊന്നുകൂടെ ടിൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. നല്ല ചൂടുള്ള സമയത്ത് ഇതിൽ കൂടെ ഒരു പ്രശ്നമില്ല, ഫ്രണ്ടിൽ കൂടെ ആണ് പ്രശ്നം ഉണ്ടാവാറുള്ളത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ഗ്ലാസ്. അപ്പോൾ നമുക്കിനിയും പുറത്ത് പോയിട്ട് ടയർ ലൈഫിൻ്റെയും സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, സോ വണ്ടി ബാക്കിൽ നിന്നാണോ ഫ്രണ്ടിൽ നിന്നാണോ ഇഷ്ടം കൂടുതൽ? എല്ലാം ഇഷ്ടമാണെന്ന് അറിയാം, കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വണ്ടി കാണുമ്പം
ഞാൻ ബാക്കിൽ നിന്ന് എൻ്റെ കാർ വേറെ ആരെങ്കിലും ഓടിച്ചു പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഭയങ്കര രാത്രി ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എടുത്ത് ശ്രദ്ധിക്കും. ആ ലൈറ്റ് ബ്രേക്ക് ഒക്കെ ചവിട്ടുമ്പോൾ ഭയങ്കര രസമാണ്. ബാക്കാണ്. ഓക്കെ, അങ്ങനെ സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഇനിയും കുറച്ച് സന്തോഷമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിൻ്റെ ടയർ ലൈഫിനെ പറ്റി ചോദിക്കുകയാണ്. കാരണം ഇത്രയും നാൾ EV കാസൊക്കെ വാങ്ങിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് ആളുകൾ ടയർ ലൈഫിനെ പറ്റി കൂടുതൽ കൺസേൺ ആകാൻ തുടങ്ങിയത്. ഇതിപ്പം എടുത്ത് 1 ഇയറിൽ തന്നെ പലതവണ ടയർ മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. അതിനെപ്പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ കൂടിപ്പോയി ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിലെ ടയർ ചേഞ്ച് ചെയ്യുന്ന ഡിഫറൻസ് ഉണ്ടെന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം അതിനെപ്പറ്റി ആലോചിക്കാൻ പോയിട്ടില്ല. ഇത് വന്നപ്പം ഇപ്പം തന്നെ ഒരു 3-4 എണ്ണം മാറിയിട്ടുണ്ട്. പക്ഷെ അത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അച്ഛൻ പറഞ്ഞ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ആയിരിക്കുന്നതാണ്, അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി കിട്ടേണ്ടതാണെന്നാണ്. പിന്നെ അതിൽ 1 ടൈം ടയർ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പറയാം. 1 ടൈം ഞാൻ പൊന്നാനി റൂട്ടിൽ പോവായിരുന്നു. എക്സിറ്റ് തെറ്റി ഒരു സർവീസ് റോഡിലൂടെ പോകേണ്ട വന്നു. ഭയങ്കര പോയിന്റ് ആയിട്ടുള്ള കല്ലുകളൊക്കെ ഉള്ളൊരു റോഡായിരുന്നു. ദെൻ അതിൽ കൂടെ പോയപ്പം പെട്ടെന്ന് ഞാൻ ഇത്തിരി സ്പീഡ് എടുത്തതാണ്. പക്ഷെ പെട്ടെന്ന് പൊട്ടി. ആ പൊട്ടിയത് എനിക്ക് മനസ്സിലായില്ല. അതായത് പെട്ടെന്നൊരു ചെരി വന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ആൾക്കാർ പുറത്തുനിന്ന് പറഞ്ഞ ടയർ പൊട്ടിന്ന് വണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ അറിയാം, ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ എനിക്ക് എന്തൊക്കെയാണെന്ന് അറിയാം ചെയ്യേണ്ടത്. അപ്പം ഞാൻ അപ്പം തന്നെ BYDയിലേക്ക് വിളിച്ചു. അവർ വേറൊരു നമ്പർ തന്നു. ഓൾ ഇന്ത്യ ആയിട്ടുള്ളൊരു നമ്പറാണെന്ന് തോന്നുന്നുണ്ട്. ദെൻ അവരെ വിളിച്ചപ്പം അവർ പറഞ്ഞു റോഡ് സൈഡ് അസിസ്റ്റൻസിന് തരും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു യൂഷ്വൽ കാർസിനുള്ള പോലെ ഇത് ടയർ ചേഞ്ച് ചെയ്യാനുള്ള ഇതിലുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ അത് നോക്കിയത്. ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. അതൊന്നും ഇല്ല ഇതില്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഇവരെ വിളിക്കുക, ഇവര് കാർ എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഞാൻ പൊന്നാനിയിലായിരുന്നു. അവര് അങ്ങനെ ടോ ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ തന്നെ ശരിയാക്കി തന്നു. ഒരു 1 hour പോയിട്ട് അവിടെ എത്തിയിട്ട് 1 hour സാധനം കിട്ടി. അച്ഛൻ അപ്പോഴേക്കും അവിടെ എത്തി. അങ്ങനെ ബെറ്റർ ആയിരുന്നു. അതും നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോയില്ല. ആ ടയറിന്റെ മാത്രമേ പോയിട്ടുള്ളൂ. പുതിയ ടയർ ഇട്ടതിന്റെ അത് ഈ ടോ ചെയ്തുകൊണ്ട് ഇതൊന്നും പോയിട്ടില്ല. ഒക്കെ അവര് കറക്റ്റ് ആയിട്ട് വിളിച്ച് ഒരു 20 മിനിറ്റ്സിൽ എല്ലാം സെറ്റായി. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അത് ഇതില് ഒരു പറയുകയാണെങ്കിൽ ഇതില് മാറ്റാളൊന്നും ഇല്ല എന്നുള്ളതുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരെന്നെ വേഗം എടുത്തുകൊണ്ട് പോയി വേഗം തരും. അതായത് നമ്മൾ തന്നെ ഒരു സ്പെയർ ടയർ മാറ്റി ഇടുന്ന സമയം കൊണ്ട് തന്നെ അവര് വേഗം നമുക്ക് മാറ്റിയിടും. ഞാൻ ദൂരെ ആയിരുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ പൊന്നാനി ആയതുകൊണ്ട് മാത്രമാണ് അത്ര ടൈം എടുത്തത്. സ്റ്റിൽ ആ ഏരിയയിൽ പോലും അത്രയും പെട്ടെന്ന് എത്തി. ഞാൻ നോക്കുമ്പോ ഒത്തിരി ഉള്ളിലേക്കുള്ള ഏരിയ ആയിരുന്നു. അവിടെ പെട്ടെന്ന് എത്തി. കുഴപ്പമുണ്ടായിരുന്നില്ല. വെരി ക്വിക്ക്ലി. ഞാൻ അത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ പെട്ടെന്ന് വന്നു, ശരിയാക്കി തന്നു. കല്ലിന്റെ മുകളിലൂടെ പോയോണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അതെ അതെ അതെ. അത് ഒന്നൊരു ശ്രദ്ധിച്ചെടുത്താൽ മതി. എന്റെ പ്രശ്നം. ഓക്കെ, അതല്ലാതെ ബാക്കി ടയേഴ്സ് ഒക്കെ നോർമലി വേറെ ടയർ സംഭവിച്ചത് കൊണ്ടാണല്ലോ. പിന്നെയും മാറ്റിയത് എന്താന്ന് വെച്ചാല് പെട്ടെന്ന് പെട്ടെന്ന് നൂലൊക്കെ വരുന്ന പോലെയാവുന്നു. പെട്ടെന്ന് എത്ര കിലോമീറ്റർ വരെ കിട്ടി? എനിക്ക് കറക്റ്റ് ചോദിച്ചാൽ അച്ഛനോട്. ഒരെണ്ണത്തിലോ? അത്ര ഉണ്ടായില്ല. കാരണം ഇപ്പൊ 31,000 ഒരു 4 ടയർ മാറ്റിട്ടുണ്ടാവും. അതിൽ ഒരെണ്ണാണ് പൊട്ടിയത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പലതും പല രീതിക്ക് കിട്ടിയിട്ടില്ല. അടുത്തതേ അതൊന്നും മാറ്റി ഇതൊന്ന് ഫ്രണ്ടിക്ക് ഇടുമ്പോഴേക്കും ഇതാണ് ഇപ്പൊ പഴയത്. ഇത് 2 പുതിയതാ. ഇനി ഇതെടുത്ത് ഫ്രണ്ടിക്ക് ഇട്ടിട്ട് വീണ്ടും പുതിയതെടുത്തിടും. അപ്പോഴേക്കും ഇത് വീണ്ടും അതാണ് നടന്നുകൊണ്ടിരിക്കുക. അതായത് ടയർ ലൈഫും കുറവാണ്, ടയറിന്റെ കോസ്റ്റ് കൂടുതലുമാണ്. 19 ഇഞ്ചസ്. അത് മാത്രമാണ് ഒരു കാറിന്റെ പ്രശ്നം ഞാൻ കണ്ടിട്ട്. ശരിക്കും ജെന്യുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ ടയർ മാറേണ്ടി വരും. പക്ഷെ അത് പറയുകയാണെങ്കിലും എല്ലാ ഇവിക്കും ഉണ്ട്. പക്ഷെ ചിലര് ടിയാഗോ, പഞ്ച് അതുപോലത്തെ നോർമൽ കാർസ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു 50, 60, 70,000 ഒക്കെ കിലോമീറ്റർ ടയർ ലൈഫ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ പൂർണ്ണമായിട്ട് ചെയ്തതല്ല. അതെ, ഇത് വേറെ സാധനമാണ്. അങ്ങനെ നോക്കണം, അത് കിട്ടും ഒബ്വിയസ്ലി. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് വെറുതെ കാലം എടുക്കുമ്പോഴേക്കും ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് വ്യത്യാസം. അല്ലെങ്കിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ ആളുകൾ പറയും എനിക്ക് 75,000 കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയാൻ കമന്റ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഡിഫറൻസ് ഉണ്ട്. അപ്പം ടയർ കോസ്റ്റ് വന്ന എത്രയായിരുന്നു അപ്രോക്സ്?
ആവറേജ് എല്ലാം കൂടെ കറക്റ്റ് ഐഡിയ ഇല്ല. അറൌണ്ട് 40,000. ഞാൻ മാറ്റേണ്ടത് ഞാൻ പറയും രണ്ടും ആയിട്ടാണ് മാറ്റുന്നത്. അറൌണ്ട് 40,000. ഒരു രണ്ടെണ്ണത്തിന് 40,000. ഓക്കെ, അപ്പോൾ 20,000 ഈച്ച് ആ ഒരു റേഞ്ച് വരും. ഓക്കെ, അത് മാത്രമാണ് ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ തോന്നിയിട്ടില്ല, അത് നമ്മൾ യൂസ് ചെയ്യുന്നതും പോലെ ഇരിക്കും. പിന്നെ സർവീസ് കോസ്റ്റ്, EV കാസിന് സർവീസ് കോസ്റ്റ് ഇല്ല അല്ലെങ്കിൽ വളരെ കുറവാണെന്ന് പറയുന്നു. പക്ഷേ ചിലർ പറയുന്നു 6,000 7,000 ഒക്കെ വരുന്നു. MG ZS EV ഒക്കെ വന്നതായിട്ട് പേഴ്സണലി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് 30,000 കിലോമീറ്ററിൽ എത്ര സർവീസ് കോസ്റ്റ് റെഗുലർലി ആകാറുണ്ട്? ഇതിന്റെ ലാസ്റ്റ് കൊടുത്തത് എപ്പോഴും കൊടുത്തോണ്ടിരുന്നത് 1,800 മാക്സിമം. ഇപ്പോഴും 1,800 സംതിങ്. ബിലോ 2,000. അത്ര 2,000 മുകളിലൊന്നും പോയിട്ടില്ല ഇതുവരെ. ഈസിയാണ് ഇത് സർവീസ് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടില്ല. ബാക്കിയുള്ള വീട്ടില് ഇപ്പൊ ടൊയോട്ടന്റെ കാറാണെങ്കിൽ നമ്മൾ അത്യാവശ്യം കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയല്ല. എന്നാലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ ഈ കാറ് വാങ്ങിയപ്പോഴും വെറുതെ ഒരു പ്രീമിയം കാറായിട്ട് ഇടാം എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഈ കാറാ വീട്ടില്. അതാണ് ഉണ്ടായത്. വെറുതെ ഇപ്പൊ ബാക്കിയുള്ളൊരു വീട്ടിൽ ശ്രദ്ധിച്ചറിയാം, ബാക്കി കുറെ കാറുകളുണ്ടാവും, പക്ഷെ ഈ പ്രീമിയം കാറ് വാങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ഒരു നല്ലൊരു ഫംഗ്ഷൻ എന്തെങ്കിലും പോകുമ്പോഴായിരിക്കും എടുക്കുന്നത്. അതന്നെയായിരുന്നു പ്ലാൻ. പക്ഷെ ഇത് വാങ്ങിയപ്പോ ഇത് ഡെയിലി കാർ. ഓക്കെ സോ അതൊക്കെയായിരുന്നു നമുക്ക് എക്സ്പീരിയൻസിൽ കുറേ ചോദിക്കാനുള്ളത്. എന്നാലും എന്തെങ്കിലും ഫീച്ചേഴ്സ് മിസ്സിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടോ എന്തെങ്കിലും വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ കാർ എടുക്കുമ്പോൾ. ബിക്കോസ് ഞാൻ ബുക്ക് ചെയ്തിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഈ കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്ത് പറയുമ്പോൾ എല്ലാവരും EV ഉറപ്പാണ്, ഈ BYD ഏതാ ബ്രാൻഡ്, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ആരും അങ്ങനെ കോൺഫിഡൻസ് തന്നിട്ടില്ല. അതായത് പെട്ടെന്ന് നോക്കിയാ ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാരും അങ്ങനെയാ പറയണേ. അപ്പൊ കാറ് വാങ്ങി അകത്ത് കയറി ഡ്രൈവ് ചെയ്ത് അകത്തിരുന്ന് നോക്കുമ്പോ ഓക്കെ ഈ കാറിനുള്ളതുണ്ട്, 51 lakhs അതിലും കൂടുതലുണ്ട്. ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായി തന്നെ പറയുന്നുള്ളൂ. അതുപോലെ എനിക്കിതിലൊന്നും ഞാൻ എല്ലാ സീറ്റിലും കയറി ഇരുന്ന് നോക്കുകയാണെങ്കിലും നമ്മളൊരു ലോങ് ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു തിരുപ്പതിക്ക് ഫാമിലി ആയിട്ട്. അപ്പം എൻ്റെ വീട്ടിലെനിക്ക് എല്ലാ അമ്മയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും ലോങ് ഡ്രൈവ് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ലൈക്ക് വൊമിറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ വരും, തലവേദനയൊക്കെ വരലുണ്ട്. പക്ഷെ ഈ കാറിൽ തിരുപ്പതി പോയി ഈസി ആയിട്ട് തിരിച്ചു വന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബാക്കിൽ ഞാൻ ലിറ്ററലി കാല് നീട്ടി, അത്യാവശ്യം ഞാൻ ഹൈറ്റ് ഉണ്ട്, ഞാൻ 5'7" ഉണ്ട്. എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, ഞാൻ കാല് നീട്ടി സുഖമായിട്ട് കിടന്നുറങ്ങി, അങ്ങനെ മാറി മാറി ഓടിച്ചു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പോയി വന്നപ്പം കംഫർട്ടബിൾ ആണ്, ഏത് സീറ്റിലിരിക്കാനും കംഫർട്ടബിൾ ആണ്. ഇപ്പം എന്തിൽ നോക്കിയാലും ഓക്കെ ആണ്. എനിക്ക് അങ്ങനെ പറയാനൊന്നും എല്ലാം ഉണ്ട്. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കുറെ ബാഗും കാര്യങ്ങളും ഉണ്ട്, ചെയർ ബാഗ് അങ്ങനെ അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ഫിറ്റാ. അതൊന്നും പ്രശ്നമില്ല, അത് ഓക്കെയാണ്. പിന്നെ ബാക്കിൽ ഒരാൾ വന്നിരിക്കുന്നത് ഓക്കെയാണ്, AC പെർഫെക്റ്റ് ആണ്, പിന്നെ സ്റ്റിയറിംഗ് പെർഫെക്റ്റ് ആണ്, എല്ലാം ഓക്കെയാണ്. ഓക്കെ, സോ അതൊക്കെയായിരുന്നു നമുക്കൊരു റിവ്യൂ ലോങ് ടേം BYD സീലിൻ്റെ യൂസർ എക്സ്പീരിയൻസിൽ ചോദിക്കാനായിട്ടുണ്ടായിരുന്നത്. 30,000 1 year അത്യാവശ്യം ലോങ് ടേം എക്സ്പീരിയൻസ് അറിയാനായിട്ട് സാധിച്ചു. ടയർ ചേഞ്ചിൻ്റെ കാര്യങ്ങളും സർവീസ് കോസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് സാധിച്ചു. താങ്ക് യു സോ മച്ച് ലക്ഷ്മി, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസും പല എക്സ്പീരിയൻസും മീൻസ് ലേഡി ഡ്രൈവേഴ്സ് ആയിട്ടുള്ളവർക്ക് വണ്ടികൾ എന്തുമാത്രം ആപ്റ്റ് ആകുന്നു, സിറ്റി യൂസിലും അല്ലെങ്കിൽ നോർമൽ യൂസിലും എങ്ങനെ അത് യൂസ്ഫുൾ ആകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പല ആളുകളുടെ റിവ്യൂസിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മളൊരു താർ റോക്സിൻ്റെ ലേഡി യൂസറിൻ്റെ റിവ്യൂവിലും കുറേ പേർ എങ്ങനെ പോസിറ്റീവ് കമൻറ്റ്സ് ചെയ്തു. അതനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ നല്ലൊരു പെർഫോമൻസ് കാറിൻ്റെ വീഡിയോ ചെയ്തത്. സോ എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കുറേ യൂസ്ഫുൾ റിവ്യൂസ് നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.